ഹായ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ നടിയിൽ മിശ്രിതം അല്ലെങ്കിൽ പച്ചക്കറികൾ നടാനായിട്ട് നമ്മൾ മണ്ണെടുക്കുമല്ലോ. ആ മണ്ണിൻ്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന മിശ്രിതം അല്ലെങ്കിൽ പോട്ടി മിക്സ് ചെടികളൊക്കെ പറിച്ച് മാറ്റി നടുമ്പോൾ ഒക്കെ നമ്മൾ നിറക്കില്ലേ പാത്രത്തിൽ. ആ മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം അത് മുഴുവൻ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ ആ മിശ്രിതം. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് ഇനി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട് ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്. നമ്മൾ ഒരു വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ₹1 പോലും ചിലവില്ലാതെ നമുക്ക് എളുപ്പത്തിൽ കമ്പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇത് നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം, വേസ്റ്റ്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ കടക്കിൽ കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗവും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇല അടിച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കമ്പോസ്റ്റ് ആകുമ്പോൾ മറ്റേ സൈഡിൽ നമുക്ക് കമ്പോസ്റ്റിനുള്ളത് കൊണ്ടുവന്ന് ഇടാം. അപ്പോൾ ഈ ഒരു സൈഡ് നോക്കിയാൽ ഈ സൈഡിലെ ഇലയുടെ അടിയിൽ നോക്കിയാൽ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള ഇത് റെഡിയായിട്ടുണ്ട്. കണ്ടോ, നോക്കി നല്ല പൊടി മിശ്രിതം, അതൊക്കെ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കോരിയെടുക്കാം. കണ്ടോ, നമ്മുടെ കമ്പോസ്റ്റിൽ അഴുകാനായിട്ടുള്ള പുഴുക്കൾ കണ്ട, ലാർവ. ഇത് തന്നെയാണ് നമ്മൾ ബിന്നിലും എവിടെ കമ്പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പച്ചക്കറിയും അല്ലെങ്കിൽ ഭക്ഷണ മാലിന്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉണ്ടാവുന്ന കമ്പോസ്റ്റിൽ ഉണ്ടാവുന്ന പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കണത് കണ്ട. അപ്പോൾ ഞാനിതിൻ്റെ പൊടിഞ്ഞ പോലത്തെ ഏരിയയിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. അതിങ്ങനെ അഴുകിയാവുന്നുള്ളൂ കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്നും വേണ്ട, തെങ്ങിൻ്റെ കടയിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. മഴക്കാലം വരെ നമുക്ക് ഈ ഒരു പ്രക്രിയ ചെയ്യാം കേട്ടോ. ഇങ്ങനെ തെങ്ങിൻ്റെ കടയിൽ നമുക്ക് ചെയ്യുമ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റും അതൊക്കെ നേരെ ഇതിലിടാം കേട്ടോ. മറ്റുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് അത്ര മീനിൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ നന്നായി പുഴുക്കളുടെ ഒരു ശല്യം പോലെ ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ഒരുവിധം ദ്രവിച്ച പോലത്തെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊടി ആയിട്ടില്ല, പക്ഷേ ഇതായാലും നല്ലൊരു അടിപൊളി കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ. കണ്ടു, ഇതൊക്കെ ചക്കയുടെ സാധനങ്ങൾ, ഇതൊക്കെ പൊടിഞ്ഞു കണ്ട, പൊടിയായിട്ട് നോക്കി പൊടിഞ്ഞു പോകുന്നു കണ്ട. അപ്പോൾ എല്ലാ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്ന സാധനങ്ങളും ഇടാം. ഇനി ഇതും കൂടി കോരി കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റി വെച്ച അലിയുണ്ടല്ലോ, ഇതൊക്കെ ഇതിൽ തന്നെ വരണ്ടിയിടാം. ഇതിൽ വെണ്ണീർ ഒഴിക്കാം, കഞ്ഞിവെള്ളം ഒഴിക്കാം, പിന്നെ നമ്മുടെ അടുക്കളയിലെ ഈ എന്താ പറയുക പുളിപ്പിച്ച ദോശമാവ് കഴുകിയത്, മോരും പാത്രം കഴുകിയത്, അങ്ങനെയുള്ള വെള്ളമൊക്കെ നമ്മളൊരു ബക്കറ്റിലാക്കി വെച്ചിട്ട് അത് ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കമ്പോസ്റ്റ് ആവും. കണ്ടേ, ചക്കയുടെ മടലൊക്കെ അത് കമ്പോസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു ഭാരവും ഇല്ല, ഒരു ഷീറ്റ് വേണ്ട, മൂടണ്ട, ഒന്നും വേണ്ട. നല്ല മഴക്കാലത്ത് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ തെങ്ങിൻ്റെ കട നോക്കി കണ്ടോ, എത്ര പാത്രം വേണമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റിനുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും, പച്ചക്കറി വേസ്റ്റോ സബോള, നമ്മൾ പലതരം മാലിന്യം ഉണ്ടാക്കണതും അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണട്ടെ. 3 തരത്തിൽ കമ്പോസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് കിട്ടും. ഇത് അതിൻ്റെ ഒരു ഫുൾ പ്രക്രിയ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതായാലും നമുക്ക് ചെയ്യാം, ഇങ്ങനെ ആയാലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഗ്രോ ബാഗിലാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പോസ്റ്റിന് നമ്മളിപ്പോൾ കോരി വെച്ചിട്ട് മണ്ണ്, കമ്പോസ്റ്റ് ആയിട്ടുള്ള മണ്ണ്. ഇനി ഇത് നമ്മൾ ഗ്രോ ബാഗിലാക്കുമ്പോൾ കണ്ടോ, ഇതിൽ ചക്കയൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊടിഞ്ഞ് കിട്ടും. ഗ്രോ ബാഗിലാക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2-3 കാര്യങ്ങളാണ്. ഇത് ഡോളോമൈറ്റാണ് കണ്ട. അപ്പോൾ കാൽഷ്യത്തിന് നമ്മൾ ഈ കുമ്മായം ചേർക്കണതിന് പകരം നമുക്ക് ഇത് ചേർത്തിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ളത് ഇത് തന്നെ ഇതിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇത് ആഡ് ചെയ്യാം. കണ്ടോ, ഈ പഴുതാരയില്ലേ, നമ്മൾ പഴുതാര ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നന്നായി സഹായിക്കുന്ന ഒരു ജീവി കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു ജീവിയായിരുന്നു, പക്ഷേ നമ്മളിത് അറിഞ്ഞ പിന്നെ നമ്മൾ പഴുതാരനെ കണ്ടാൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അതായത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനേ ഇത് അവരുടെ പ്രത്യേകത കണ്ടിട്ട് നിങ്ങൾ അടിയിലേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോവും, ഓടിപ്പോയി. അപ്പോൾ അത് ചെയ്യാം. പിന്നെ എല്ലുപൊടി കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഇത് വേപ്പും പിണ്ണാക്കാം. അപ്പോൾ നമുക്ക് ഈ വേപ്പും പിണ്ണാക്ക് ഇതുപോലെ വെതറിയിട്ടാൽ പിന്നെ നമുക്ക് ഈ സാധനം വെറുതെ ചാക്കിലോ അല്ലെങ്കിൽ പോട്ടിലോ നിറച്ചാൽ മതി കണ്ടോ. അപ്പോൾ അടുക്കള തോട്ടത്തിൽ ഇതൊക്കെ ഉള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക്
ഈ കമ്പോസ്റ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാം. ഞാൻ പറയണത് ഇതിപ്പോൾ ഇങ്ങനെ വേനലിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നിട്ടൊരു ചാക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യാനുസരണം ഇത് ഇങ്ങനത്തെ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയോ അല്ലെങ്കിൽ പോട്ടിൽ നിറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ താഴത്ത് കുഴിച്ചിട്ടാലും അതിലിങ്ങനെ കൂന പോലെ കൂട്ടിയിടില്ലേ, അങ്ങനെ ആയാലും ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇതൊരു അടിപൊളി മെത്തേഡാണ്. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ ഇത്തരത്തിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഴക്കാലത്ത് ഇതിങ്ങനെ വാരി വാരി ഇട്ട് നിറച്ച് ചെയ്താൽ മതി കേട്ടോ.